എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമുത്തരാർത്ഥം അധ്യായം 63 ശ്ലോകം 29, 30, 31, 32, 33, 34, 35, 36 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ആ സ്തുതി കേട്ട് പ്രസന്നനായിട്ട് പറയണം ജ്വരത്തിനോട്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. ശ്രീ ഭഗവാൻ ഉവാച. ത്രിശിരസ്തേ പ്രസന്നോസ്മി വേതുതേ മജ്വരാൽ ഭയം യോ നൗ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേത് ഭയം. ഭഗവാൻ പറഞ്ഞു, ഹേ ത്രിശിരസ്സേ, ഞാൻ നിന്റെ നേരെ പ്രസന്നനായി. എനിക്ക് വളരെ സന്തോഷമായി നിന്റെ സ്തുതി കേട്ടിട്ട്. ഇനി എന്റെ ജ്വരം നിന്നെ തപിപ്പിക്കില്ല കേട്ടോ, ഭയപ്പെടണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയണ ഒരു കാര്യം നീ എപ്പോഴും പരിപാലിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, ഞാനും നീയും കൂടി ചെയ്ത ഈ സംഭാഷണം ആരെ സ്മരിക്കുന്നുവോ അവന് നിന്നിൽ നിന്ന് യാതൊരു ഭയവും ഉണ്ടാവരുത്. നീ അവനെ ഉപദ്രവിക്കരുത് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത്യുക്തോ അച്യുതമാനമ്യ ഗതോ മാഹേശ്വരോജ്വര ബാണസ്തുരഥമാരൂഢ പ്രാഗാൽയോസ്യഞ്ജനാർദ്ദനം. അങ്ങനെ ഭഗവാന്റെ ആജ്ഞ കേട്ട ശിവജ്വരം ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ച് തിരിച്ചുപോയി. ബാണനോ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി തേരിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരിട്ട് വരികയാണ്. തതോ ബാഹുസഹസ്രേണ നാനായുധധരോസുര മുമോച പരമക്രുദ്ധോ ബാണാൻ ചക്രായുധേ നൃപ. നേരിട്ട് വന്ന ഉടനെ 1000 കൈകളില് ബഹുവിധ ആയുധങ്ങള് ധരിച്ചിരിക്കുന്ന ആ ബാണാസുരൻ അതിക്രോധത്തോടെ ചക്രായുധം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മേല് അനേകം ബാണങ്ങൾ അങ്ങോട്ട് വർഷിച്ചു 1000 കൈകളെ കൊണ്ട്. തസ്യാസദോസ്ത്രാണ്യസകൃൽ ചക്രേണ ക്ഷുരനേമിന ചിച്ഛേദ ഭഗവാൻ ബാഹൂൻ ശാഖായിവ വനസ്പതേ. അങ്ങനെ ഇടപെടാതെ ശരവർഷം ചെയ്യുന്ന ബാണന്റെ കൈകളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മരത്തിന്റെ കൊമ്പുകൾ മുറിക്കണത് പോലെ ഏറ്റവും മൂർച്ചയുള്ള ചക്രായുധം കൊണ്ട് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. ബാഹുഷു ഛിദ്യമാനേഷു ബാണസ്യ ഭഗവാൻ ഭവ ഭക്താനുകമ്പ്യുപവ്രജ്യ ചക്രായുധമഭാഷത. ഭഗവാൻ അത് കണ്ടു. ഭക്തവത്സലനായ പരമേശ്വരൻ മഹാദേവന് സങ്കടായി. ബാണന്റെ കൈകൾ ഇങ്ങനെ ഓരോന്നായിട്ട് മുറിച്ചു കളയണത് കണ്ടപ്പോ ബാണനെ കുറിച്ച് കരുണ തോന്നിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ വന്നിട്ട് ഭഗവാൻ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു. ശ്രീരുദ്ര ഉവാച. ത്വം ഹി ബ്രഹ്മ പരം ജ്യോതി ഗൂഢം ബ്രഹ്മണേ വാഗ്മയേ യം പശ്യന്ത്യമലാത്മാന ആകാശമിവ കേവലം. പിന്നെ രുദ്ര ഭഗവാൻ സ്തുതിക്കണു ശ്രീകൃഷ്ണ ഭഗവാന്. ഭഗവാനെ, അവിടുത്തെ അറിയാതെ ഈ ബാണൻ യുദ്ധം ചെയ്യുന്നതിൽ ആശ്ചര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടി എളുപ്പത്തിൽ അറിയപ്പെടാൻ കഴിയുന്നവനല്ല. ശബ്ദബ്രഹ്മമായിരിക്കുന്ന വേദവും കൂടി അങ്ങയെ സ്പഷ്ടമായി പറയുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് വാക്കിനും മനസ്സിനും വിഷയമല്ല. സർവ തേജസ്സുകളെയും പ്രകാശിപ്പിക്കുന്ന പരംജ്യോതി സ്വരൂപനായ അങ്ങ് പരബ്രഹ്മമാകുന്നു. അങ്ങയിൽ പ്രപഞ്ചലേശ സ്പർശം പോലും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ആകാശം എന്ന പോലെ സർവവ്യാപിയും പരിശുദ്ധനുമാകുന്നു എന്ന് പരിശുദ്ധ ചിത്തരായ മഹാത്മാക്കൾ മാത്രം അനുഭൂതി കൊണ്ട് അറിയുന്നു. നാഭിർനഭോക് നിർമുഖമം പുരേതോ ദ്യൗശീർഷമാശ ശ്രുതി അംഘ്രി ഉർവി ചന്ദ്രോ മനോ യസ്യ ദൃഗർക്കാത്മാ അഹം സമുദ്രോ ജഠരം ഭുജേന്ദ്ര.
നിർഗുണസ്വരൂപനായ അങ്ങയെ അറിയാൻ കഴിയില്ല എന്നുള്ള സംഗതി ഇരിക്കട്ടെ, അവിടുന്ന് ലീലയാ സ്വീകരിക്കപ്പെട്ട ആ സഗുണ രൂപം കൂടി അറിയപ്പെടാൻ സാധ്യമല്ലാത്ത വിധത്തില് അത്ര മഹത്തായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതാ സ്തുതിക്കുകയാണ് മഹാദേവൻ. അത്തിപ്പഴത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഏറ്റവും ചെറിയ പ്രാണിക്ക് അത്തിപ്പഴത്തിന്റെ പുറംഭാഗങ്ങളെ മുഴുവനും അറിയാൻ കഴിയാത്തതുപോലെ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കോണിൽ വസിക്കുന്ന ഒരുവന് ബ്രഹ്മാണ്ട സ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ അറിയാൻ കഴിയില്ല. ഈ ലോകം മുഴുവനുമായിരിക്കുന്നത് നിന്തിരുവടിയാണെന്നു, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് നിന്തിരുവടിയാകുന്നു. യാതൊരുവന്റെ നാഭിസ്ഥാനം ആകാശം, മുഖം അഗ്നി, രേതസ് ജലം, ശിരസ് അന്തരീക്ഷം, ശ്രോത്രങ്ങൾ ദിക്കുകൾ, കാലടി ഭൂമി, മനസ്സ് ചന്ദ്രൻ, കണ്ണ് സൂര്യൻ, അഹങ്കാരം ഞാൻ, അതായത് രുദ്രൻ, ഭഗവാനാണല്ലോ പറയണത്, വയറ് സമുദ്രം, കയ്യ് ഇന്ദ്രൻ, രോമാണി യസ്യ ഔഷധയോംബുവാഹ, കേശാവിരിഞ്ചോധിഷണാ വിസർഗ, പ്രജാപതിർഹൃദയം യസ്യ ധർമ്മ, സ വൈ ഭവാൻ പുരുഷോ ലോകകൽപ. യാതൊരു ഭഗവാന്റെ രോമങ്ങള് വീഹ്യാദി സസ്യങ്ങള്, തലമുടികള് മേഘം, ബുദ്ധി ബ്രഹ്മാവ്, മേഢ്രം പ്രജാപതി, ഹൃദയം ധർമ്മം, ഇപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാനെ അവിടുന്ന് തന്നെയാണ് ലോകസ്വരൂപനായിരിക്കുന്ന വിരാട് പുരുഷൻ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.